രഹസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടുകൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഒരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി സർ, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പാർലമെന്ററി കാര്യമന്ത്രിയും നിയമമന്ത്രിയും സൂചിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി. 30-ാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നടപടികൾ വന്ന ഒരു കേസിൽ ഇതെടുത്തു കഴിഞ്ഞാൽ സബ് ജുഡീസ് ആവുന്നു. അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ റൂൾ 52 അനുസരിച്ച് വളരെ ശരിയാണ്. അതിനെ സ്വാഗതിച്ചു. ഓർഡർ ശ്രീ മാത്യു ടി ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുള്ള പറവൂരിലെ ഔട്ട്ലെറ്റിലെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹം അവിടെ സംസാരിച്ചതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചത്, എൻ്റെ കൂടെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്താ? സഭയ്ക്ക് നിരക്കാത്ത വാക്കാണ്, പച്ച കള്ളമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം വിളക്ക് കൊളുത്തി തിരിച്ചു പോവുകയല്ല, അത് വേറെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി അതിൻ്റെ വീഡിയോ, അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഈ സഭയിൽ ഹാജരാക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷ ആവശ്യത്തോടെ എന്താണ് ഭരണപക്ഷത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ? ഭരണപക്ഷം ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടി തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്ററി കാര്യ മന്ത്രിയും അതുപോലെ തന്നെ നിയമവകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ ഇപ്പോൾ നമ്മൾ കേട്ട പോലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ആദ്യം പാർലമെന്ററി കാര്യ മന്ത്രിയാണ് രാഷ്ട്രീയ ആരോപണ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിഷയം സബ് ജുഡീസായ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയം നിയമസഭയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ തീരുമാനമെടുത്തത്. അത് ചട്ടം 52 പ്രകാരം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് നല്ലതാണ്, അത് ചട്ടത്തിൽ അങ്ങനെയാണ് പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് നിയമമന്ത്രി സമാനമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ദേവസ്വം മന്ത്രി സമാനമായ നിലപാട് സ്വീകരിച്ചു. എന്തായാലും ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് പ്രതിപക്ഷം ഇപ്പോൾ വാക്കൗട്ട് ചെയ്തിട്ട് തിരികെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ സഭാ നടപടികളുമായി ഇപ്പോൾ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ അവരുടെ ഒരു പത്രസമ്മേളനം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ടേക്കാം. ഇത് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 3 ദിവസവും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തു. അതിലൊക്കെ പ്രതിപക്ഷ ആരോപണങ്ങളെയും വാദങ്ങളെയും ഒക്കെ പൂർണ്ണമായും സർക്കാർ തള്ളുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തു നിന്നുണ്ടാകാനിടയുള്ള എന്തൊക്കെ ചോദ്യങ്ങളെയാണ് സർക്കാർ ഭയപ്പെടുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിക്കണം. അദ്ദേഹത്തെ സീനിയറായിട്ടുള്ള നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം ആ വിഷയം ഉന്നയിക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ആദ്യ പിണറായി സർക്കാർ തൊട്ട് ഈ സർക്കാരിൻ്റെ കാലം വരെയുള്ള, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലം മുതൽ ഈ സർക്കാരിൻ്റെ കാലം വരെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവരും. അതിൽ ആദ്യത്തേത് എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ 2006 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് സുപ്രീം കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലമാണ്. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം നൽകുന്നു. ആ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പിന്നീട് ഒരു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, അത് മാത്രം പരിഗണിച്ചല്ല, വിവിധ ഭരണഘടനാ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത്.
പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന കാലത്ത് സ്ത്രീ പ്രവേശനെ എതിർത്തുകൊണ്ട് ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാരല്ല ദേവസ്വം ബോർഡ് ഒരു സത്യവാങ്മൂലം നൽകുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന സമയത്ത് നാലാമത്തെ ദിവസം, തുടർച്ചയായ നാലാമത്തെ ദിവസം അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലുണ്ടായ തൂക്കക്കുറവ് ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്ന് സ്പീക്കർ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൌട്ട് നടത്തുകയും ഒക്കെ ചെയ്തു. സേഫ് സൈൻ ലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു